നമ്മുടെ മരുമോൻ റിയാസിനെ കുറിച്ച് ചോദിക്കുന്ന വിചാരിച്ച നിങ്ങൾ ആരും അത് ചോദിക്കുന്നില്ല. ഏറ്റവും കറണ്ട് എന്താ പറയണ്ട പ്രാധാന്യമുള്ള ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നില്ല. റിയാസ് പറയുന്നത് പാർട്ടി പ്രതിരോധിക്കുമെന്നാണ്. എനിക്ക് കോഴിക്കോട്ടെ പാർട്ടിക്കാരോട് പറയാനുള്ളത്, ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നാറിയവനെ പേറിയാൽ പേറിയവനും നാറും. അതാണ് കോഴിക്കോട്ടെ CPM ലീഡർഷിപ്പിനോട് എനിക്ക് പറയാനുള്ളത്. ഈ റിയാസ് എന്ന് പറയുന്നത് കേരളം കണ്ട യുവ നേതാക്കളെ ഏറ്റവും വലിയ അഴിമതിക്കാരനാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഇവിടുത്തെ വളരെ ചെറിയ പ്രായത്തിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹം 3 തവണ MLA ആയ ശേഷമാണ്, എല്ലാവരും വളരെ സീനിയറായ ശേഷമാണ് സാധാരണ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുക, അതും ചെറിയൊരു മന്ത്രിസ്ഥാനം. പക്ഷെ റിയാസ് ആദ്യ തവണ MLA ആയപ്പം തന്നെ അദ്ദേഹത്തിന് തലയിൽ പൊങ്ങാത്ത 2 വകുപ്പ്, ഒന്ന് PWD, ടൂറിസം, രണ്ടും മരുമകന് നല്ലോണം കക്കാൻ പറ്റിയ വകുപ്പായിരുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത് അദ്ദേഹത്തിന് നൽകിയത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു രൂപം എന്ന് പറയുന്നത് ഊരാളങ്കൽ സൊസൈറ്റി വഴിയാണ്. കാരണം സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു കരാർ പ്രവൃത്തി എങ്ങനെ നടക്കുമെന്നറിയോ? അതായത് PWD എസ്റ്റിമേറ്റ് ഉണ്ടാക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു കരാറുകാരനാണ് പ്രവൃത്തി നടത്തുക. പക്ഷെ ഇവിടെ സൊസൈറ്റിയുടെ മറവിൽ ഊരാളങ്കൽ ഉണ്ടാക്കുന്ന എസ്റ്റിമേറ്റ്, അതുപോലെ തന്നെ അതിന്റെ എല്ലാ പദ്ധതികളും അതിന് അവര് ഫണ്ട് എല്ലാം നിർണ്ണയിക്കുന്ന അവരാണ്, എന്നിട്ട് അവർക്ക് അംഗീകാരം കൊടുക്കും. അപ്പൊ സാധാരണ കരാറുകാരിൽ കിട്ടുന്നതിനേക്കാൾ വലിയ കമ്മീഷൻ ഊരാളങ്കൽ വഴി ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ യുവ നേതാവാണ് മുഹമ്മദ് റിയാസ്. റിയാസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. റിയാസ് പറയുന്നത് എന്റെ സുഹൃത്തുക്കളെ അല്ല, തന്റെ ബിനാമികളെയാണ്, തന്റെ കള്ളപ്പണം സൂക്ഷിക്കുന്ന ബിനാമികളെയാണ് ED ചോദ്യം ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ, കേരളത്തിലെ പലപ്പോഴും ED-നെ കുറിച്ച് ആദ്യകാലത്തിലൊക്കെ ചർച്ച നടന്നത് ED രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് സണ്ണി ജോസഫ് പറഞ്ഞത്, VD സതീശൻ പറയുന്നത്, ഈ പൊതുവെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന ഡിബേറ്റുകളെല്ലാം നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് ED-യെ പ്രശംസിക്കുന്ന നിലയിലാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഈ കുടുംബം നടത്തിയിട്ടുള്ളത്, പിണറായി വിജയന്റെ കുടുംബം നടത്തിയിട്ടുള്ളത്. അതിനെതിരായിട്ട് ഇവർ നല്ല ശിക്ഷ അനുഭവിക്കും. അതാണ് കേരളം ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ വേട്ടയാണ് ഇപ്പോൾ നടത്തുന്നത്. നേരത്തെ എടുത്ത കേസിൽ ഒരിക്കലുമില്ല. കാരണം ഇത് സാധാരണ കള്ളപ്പണത്തിൽ നിന്ന് ഇത് ഫെമയിലേക്ക് പോവുകയാണ്, വെരി സീരിയസ് കേസായി മാറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ വീണയും പിണറായി വിജയനും റിയാസും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവർ വലിയ ശിക്ഷ തന്നെ ഏറ്റുവാങ്ങും. ഇപ്പോൾ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കട്ടിട്ടുണ്ടാക്കിയ കുറെ സ്വത്ത് വീണക്കുണ്ട്, അതൊക്കെ ഇപ്പോൾ ഗവൺമെന്റ് കസ്റ്റഡിയിലായി. അതുപോലെ തന്നെ അവരുടെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചു. അവർക്ക് അനങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവർ ഇപ്പോൾ തന്നെ വളഞ്ഞു പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവര് വെള്ളം കുടിക്കും. രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇവനെ ഈ കാട്ട് കള്ളന പേറിയാല് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത്.